ആഴിയിൻ ആഴങ്ങളിൽ ആഴമേറിയ കടലിൻ്റെ ആഴങ്ങൾ തൊട്ടറിഞ്ഞ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിലൂടെയുള്ള യാത്ര. ആഴിയിൻ ആഴങ്ങളിൽ ഇത് ബിജു കൊല്ലം ജില്ലയിലെ നീണ്ടകര സ്വദേശിയാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മത്സ്യബന്ധനത്തിന് പോകുന്ന മുതിർന്നവർക്കൊപ്പം സഹായിയായി ചേർന്ന ബിജു തുടർന്ന് മത്സ്യബന്ധനം തൊഴിലായി സ്വീകരിക്കുകയായിരുന്നു. ആഴിയിൻ ആഴങ്ങളിലൂടെ മനസ്സ് തുറക്കുന്നു ബിജു. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ബിജു. ഞാൻ നീണ്ടകരയുള്ളതാണ്. ഒരു 30 വർഷം കൊണ്ട് ഞാൻ ഈ കടൽപ്പണി തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് വിദ്യാഭ്യാസം എൻ്റെ തലയിൽ കയറത്തില്ല, പഠിത്തമില്ല. അപ്പോൾ അന്ന് തൊട്ട് ഈ കടൽപ്പണിയായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾക്ക് ഒരു ഒഴുക്കം വലയുണ്ട് അന്നത്തെ കാലത്ത്. അപ്പോൾ അന്ന് ഇന്നത്തെ കണക്ക് ഈ ബോട്ടിൽ ആഹാരം വയ്ക്കുന്ന ഇതൊന്നുമില്ല. അപ്പോൾ ഈ ആഹാരം കൊണ്ടുപോകുന്ന ഒരു ജോലി എൻ്റേതായിരുന്നു. അപ്പോൾ ആ വഴി പോയപ്പോഴാണ് എൻ്റെ കൊച്ചപ്പൻ, അതായത് ഇളയപ്പൻ, പുള്ളിക്കാരനാണ് എന്നെ ആദ്യമേ കടലിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുകയാണ്. അപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കാണ് ഈ ചോറ് കൊണ്ടു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നും ആയപ്പോഴത്തേക്ക് എൻ്റെ കൊച്ചച്ഛൻ പറഞ്ഞ് കയറാൻ പറഞ്ഞു, ബോട്ടിൽ കയറാൻ പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ടുപോയി. ഒരുപാട് ഛർദ്ദിച്ച്. പിന്നെ അവർ തന്നെ അന്നത്തെ ഇന്നത്തെ കണക്കുള്ള ഇതൊന്നും ഇല്ലല്ലോ. ആ ബോട്ടിൻ്റെ ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി പുതപ്പിച്ച് കടത്തിയിരുന്നു. ആഴിയിൻ ആഴങ്ങളിൽ അപകടം എന്ന് വെച്ചാൽ എനിക്കുണ്ടായെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പോകുന്ന ഗ്രൂപ്പിലെ ബോട്ടിൽ തന്നെ, ശോഭ ബോട്ടിൽ തന്നെ ഞാൻ പോയിട്ടിരുന്നു. ആദ്യം പറ്റുന്ന അപകടം, ബോട്ട് പടിഞ്ഞാട്ട് ഓടിപ്പോയിട്ടിരിക്കുകയാണ്. അത് രാത്രി 9 മണിക്ക് ഇവിടുന്ന് ബോട്ട് വിട്ടു. ഏകദേശം ഒരു 12 മണിയാവും ബോട്ട് ഓടി പോകുമ്പോഴത്തേക്ക് തെക്കുന്നൊരു കപ്പൽ ഓടി വന്നു. അപ്പോൾ ഈ കപ്പലിനെ ക്രോസ് ചെയ്ത് നമുക്ക് പോകാനൊക്കത്തില്ല. കപ്പലിൻ്റെ ബാക്കിൽ കൂടെ നമുക്ക് പോകാനൊക്കത്തുള്ളൂ. അങ്ങനെ കപ്പലിൻ്റെ ബാക്കിൽ കൂടെ പോകാൻ വേണ്ടി ഞങ്ങൾ ക്രോസ് ചെയ്ത് കപ്പലിനെ കടത്തി വിട്ടു. കപ്പൽ തിരിച്ചു നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ പുറകെ നിൽക്കുന്നു. അങ്ങനെ ഒരു ആപത്തുണ്ടായി. അപ്പോൾ ആ കപ്പലിനകത്ത് അവർ ഞങ്ങളെ പുറകോട്ട് ഓടിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കറിയത്തില്ല കപ്പൽ ഞങ്ങളെ ഫോളോ ചെയ്ത് വരിക എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയത്തില്ല. അപ്പം അവർ നമ്മൾ കുരപ്പോത്തിക്കുന്ന കണക്കൊരു വെടി മേപ്പോട്ട് കത്തിച്ചപ്പോഴത്തേക്ക് മനസ്സിലായി നേവിയുടെ കപ്പലാണ്. അപ്പോൾ ആ കപ്പലിൽ വയർലെസ്സിന് വിളിച്ച് പറഞ്ഞു ബോട്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ കപ്പൽ ഞങ്ങളുടെ ഫ്രണ്ട് വന്നിട്ട് ഞങ്ങളുടെ ബോട്ടിനകത്ത് എത്ര ആളുണ്ട്, എന്ത് പണിക്കാണ് പോകുന്നത്, നിങ്ങൾ എവിടുത്തെ ബോട്ടാണ് ഇതെല്ലാം ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു. ഞങ്ങൾ നീണ്ടകര അഴിയിൽ നിന്ന് വരുന്ന ബോട്ടാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ബോട്ടിൻ്റെ ലൈസൻസും ഇതെല്ലാം ചോദിച്ചു. ലൈസൻസ് ചോദിച്ചെന്ത് അവർ പറഞ്ഞ് നിങ്ങൾ പോകും. അപ്പോൾ ഞങ്ങളുടെ ആൾക്കാരെല്ലാം കണ്ടപ്പോൾ മനസ്സിലായല്ല ഇതെല്ലാം തനി മുക്കവന്മാരാണ്, മീൻപിടുത്തക്കാരാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി. അത് പറഞ്ഞ് നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ കടലിൽ പോകുമ്പം ദൈവത്തിനെ വിളിച്ചിട്ടേ പോകത്തുള്ളൂ. ദൈവമാണെന്നല്ലേ പ്രപഞ്ചത്തിൽ മൊത്തവും. അല്ലെങ്കിൽ ഈ പ്രായത്തിൽ ഞാൻ ഇവിടെ കാണത്തില്ലായിരുന്നു. ഞങ്ങൾ മുട്ട വഴിയിൽ നിന്ന് ബോട്ട് പണിക്കാൻ വേണ്ടി പോയി. ഏകദേശം ഒരു 50 നോട്ടിക്കൽ വ്യത്യാസമായി കാണും. അപ്പോൾ നൈറ്റും പകലും ജോലിയാണ്. അപ്പോൾ നൈറ്റ് ഞങ്ങൾ 2ാമത്തെ വലയൊക്കെ എടുത്ത്, ഇപ്പോൾ ഞങ്ങൾ ഷിഫ്റ്റാണ് ഇരിക്കുന്നത്. സ്രാങ്കൻ ഡ്രൈവർ. അപ്പോൾ ഞാൻ ഡ്രൈവറാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇടുന്ന സ്രാങ്കെന്ന് വെച്ചാൽ രാഷ് എന്ന് പറഞ്ഞൊരു സ്രാങ്കാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഷിഫ്റ്റാണ് ഇരിക്കുന്നത്. നൈറ്റ് 12 മണി വരെ അയാൾ ഇരിക്കും, 12 മണി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കും. അപ്പോൾ ഭയങ്കര കാറ്റും മഴയും. ഞങ്ങളുടെ ബോട്ടിലെ ലൈറ്റെല്ലാം ഓണാക്കിയിട്ടേക്കുക.
അപ്പോൾ ഇരിക്കാനൊക്കാത്തൊരവസരമാണ് ബോട്ടിനകത്ത് അന്നേരം ട്രോളിങ് അത് ആയിപ്പ്. അപ്പം ഞാൻ ഇങ്ങനെ നിന്നുകൊണ്ട് അപ്പോൾ എൻ്റെ അനിയന്മാരൊക്കെ ഉണ്ട് ബോട്ടിനകത്ത്. അപ്പോൾ ഇവർ എല്ലാവരും ഈ ജോലി കഴിഞ്ഞുകൊണ്ട് അകത്ത് കയറി കിടക്കുകയാണ്. അപ്പം ഞാനാണ് ബോട്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് വീലോസ് ഇരിക്കുന്നത്. പടക്കുന്ന സൗണ്ട് എന്ന് വെച്ചാൽ കപ്പൽ ഞങ്ങളുടെ ബോട്ടിനെ തട്ടി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ബോട്ട് പാടെ ചരിഞ്ഞ് ഒരു സൈഡിൽ കൂടെ വെള്ളം കയറുന്നു, ഒരു സൈഡിൽ കൂടെ തീ കത്തുന്നു. ഇരുമ്പിരുമ്പല്ലേ, രണ്ടും കൂടെ തീ കത്തിയാണ്. അപ്പോൾ എങ്ങോട്ട് ചാടി രക്ഷപ്പെടാനും പറ്റത്തില്ല, എങ്ങോട്ടും ചാടാനൊക്കത്തില്ല. അങ്ങനെ ഒരു അവസരം വന്നായിരുന്നു. അപ്പം വിളിക്കാത്ത ദൈവങ്ങളൊന്നും ഇല്ല. എല്ലാ ദൈവങ്ങളെ അന്നേരം ഞങ്ങൾ വിളിച്ച്, ദൈവം കൂടെ ഉള്ളതുകൊണ്ടല്ലേ അന്നും ഞങ്ങൾ രക്ഷപ്പെട്ടു വന്നത്. ദൈവത്തെ വിളിച്ചതെന്ന് വെച്ചാൽ എല്ലാവരും കരഞ്ഞാണ് പ്രാർത്ഥിച്ചത്. കരഞ്ഞ് അവരവരെ മനസ്സിൽ ഏതെല്ലാം ദൈവങ്ങളെ ഇതുണ്ടോ അവരെല്ലാവരും കരഞ്ഞാണ് ഞങ്ങളെ രക്ഷപ്പെട്ടത്. ഞങ്ങൾ എത്ര മിനിറ്റ് ഞങ്ങളുടെ ഈ ബോട്ട് കത്തുകയും ചരിഞ്ഞിരിക്കുകയും ചെയ്തു. അത്രയും നേരം ഞങ്ങളെല്ലാവരും സ്വന്തം ജീവൻ പോയി, പിന്നെ ജീവനില്ല, ജീവിതം അവസാനമായി. അങ്ങനൊരു അവസരത്തിലാണ് ഞങ്ങൾ നിന്നത്. മാതാവെന്ന് വെച്ചാൽ നമുക്ക് വിശ്വസിക്കുന്ന വെച്ചാൽ ഞങ്ങളുടെ ഈ ഏതൊരു വാഹനത്തിൽ ഇപ്പോഴല്ല എപ്പോഴാലും ഏതൊരു വാഹനത്തിൽ വന്ന് കയറിയാലും മാതാവേ എന്നുകൊണ്ട് വിശ്വസിച്ചിട്ട് ഞങ്ങൾ ബോട്ടിൽ ഒന്ന് കയറത്തുള്ളൂ, ഏതൊരു വാഹനത്തിനാലും. അപ്പം ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയ ഒരിതാണ് പരിശുദ്ധ അമ്മേനെ മാതാവിനെ വിളിക്കുന്നത്. അപ്പോൾ അത് ഒരു ഇതും വരത്തില്ല. ഇനി ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ക്രിസ്ത്യാനികൾ വാഹനത്തിൽ വന്ന് കയറുമ്പോഴത്തേക്ക് പരിശുദ്ധ അമ്മയെ തന്നെ വിളിച്ചിട്ടാണ് കയറുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ഒരുപാട് ആപത്തിൽ നിന്ന് രക്ഷിച്ച് വിടുകയും ചെയ്യുന്നുണ്ട്. അതായത് കഴിഞ്ഞതിൻ്റെ അങ്ങേ കൊല്ലം നിരോധനത്തിന് ഈ പുള്ളിക്കാരൻ സീരിയലിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അയാളുടെ മോൻ്റെ വള്ളത്തിലാണ് ഞങ്ങൾ പണിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബോട്ട് വരുന്ന എൻ്റെ സഹോദരങ്ങളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രാത്രിയിൽ വള്ളം തിരിച്ചു കയറുക. അപ്പോൾ ഈ ബ്ലാസ്റ്റിങ്ങിനകത്താണ് ഞങ്ങൾ കിടക്കുന്നത്. ഈ ജോലിയെല്ലാം കഴിഞ്ഞ് രണ്ടാം പാട് മലയെ പിടിച്ചിട്ടാണ് ഓടുന്നത്. ഓടി വരുമ്പോഴത്തേക്ക് ടക്കെന്ന് ഞാൻ ഉണ്ടെന്ന് വള്ളം കടലിനകത്തായി. അപ്പം ഞാൻ പിള്ളേരെ വിളിച്ചിട്ട് മക്കളെ എണ്ണീര. അപ്പം അത് കൊച്ചു പയ്യനല്ല, അവന് ഈ ഇവിടുത്തെ കല്ലും രീതി ഒന്നും അറിയത്തില്ല. ഞങ്ങളുടെ സ്രാങ്കിനെ അറിയുന്ന കണക്കുള്ള കാര്യമൊന്നും അയാൾക്ക് അറിയത്തില്ല. അയാൾ കൊച്ചു പയ്യനാണ്. ഞങ്ങളുടെ സ്രാങ്കെന്ന് വെച്ചാൽ അയാൾ രാത്രിയിലും ബോട്ട് ഓടിക്കുകയോ കടൽ പട്ട് വള്ളം താന്നു പോകാൻ വള്ളം ലോഡ് മീനുമോ. അപ്പം പിന്നെ ആത്മാർത്ഥമായിട്ട് വിളിക്കാൻ വേറെ ആരേ ഉള്ളു, മാതാവല്ലേ ഉള്ളു. അതിനു വേണ്ടി ഞങ്ങൾ പറയുമ്പം മനസ്സിലാവത്തില്ല ആയിരിക്കും. പരിശുദ്ധ അമ്മയുടെ കഴിവെന്ന് വെച്ചാൽ അതാ ഞങ്ങളെ ഇത്ര ആപത്തിൽ നിന്നും രക്ഷിച്ചിട്ട് വന്നു. ഇനി ഈ കടൽപ്പണിയിൽ എത്ര വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞാലും ശരി തന്നെ, മാതാവിൻ്റെ അനുഗ്രഹം ഇല്ലാതെ ഒരു ന്യായവും നടക്കത്തില്ല. അത് നമ്മൾ പോകുന്നതും വരുന്നതും അവരെ കൈവെള്ളയിലാണ്. പിന്നെ സ്വന്തം ജീവൻ പോകുന്നത് അതിനെ വെച്ച് നമുക്ക് നിശ്ചയമില്ല. വീട്ടിലിരിക്കുന്ന ഭാര്യയെടുത്ത് അമ്മയെടുത്ത് പറയാനൊക്കത്തില്ല നമ്മൾ തിരിച്ചു വരുമെന്ന്. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയാണ് ഞങ്ങൾ കടലിൽ പോകുന്നത്. എപ്പോഴാണ് ആപത്തുണ്ടാവുന്ന, എപ്പോഴാണ് നമ്മൾ വിപത്തിൽ പെടുന്നതെന്ന് നമുക്ക് അറിയാനൊക്കത്തില്ല. കരയെന്ന് വെച്ചാൽ നമുക്ക് ഓടി ഒളിക്കാം, കടലിൽ നിന്ന് വെച്ചാൽ നമുക്ക് ഓടി എത്താനൊക്കത്തില്ല. കടലിൽ നിന്ന് വെച്ചാലേ നമുക്ക് ഓടി എത്താനൊക്കത്തില്ല. നമ്മൾ കര വന്ന് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ചെന്ന് കയറിയാലേ ഉള്ളൂ ഭാര്യയ്ക്കാലും അമ്മയ്ക്കാലും ഞങ്ങൾ ജന്മം കൊടുത്ത മക്കൾക്കാലും ഞങ്ങളെ തിരിച്ചു കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ
എവിടെയെങ്കിലും പ്ലാവല ഒഴുകി കിടക്കുന്ന ഒഴുകി കിടക്കും. കിട്ടിയാൽ കിട്ടി, ഇല്ലേ ഇല്ല. അത് ഈ മനുഷ്യ ശരീരം ഇപ്പം ഞാനായിട്ട് എന്നെപ്പോലെ ഉള്ള മീൻപിടുത്തക്കാരായിട്ട് ആരായിരുന്നാലും കടലിൽ വെച്ച് സംഭവിച്ച് ജഡം കര കിട്ടിയാലേ ഉള്ളൂ. കിട്ടിയാൽ കിട്ടി, ഇല്ലേ ഇല്ല. അല്ല നമ്മൾ കരയിൽ ഒരു വണ്ടി ഓടിക്കുന്ന അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്ന ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അവരെ ബോഡിയെങ്കിലും അവർക്ക് തിരിച്ചറിയാം. പക്ഷെ ഞങ്ങളെപ്പോലുള്ള ജോലിക്കാർക്ക് അതും കിട്ടത്തില്ല. അങ്ങനെ ഇത്ര ആൾക്കാർ പോയിട്ടുണ്ട്, എത്രത്തോളം ആൾക്കാർ പോയിട്ടുണ്ട്. വലിയ വലിയ നീന്തുകാരും മുങ്ങുകാരും വെള്ളത്തിലെ ഭയങ്കര കഴിവുള്ളവരൊക്കെയാണ് നിസ്സാര അടി വാങ്ങിച്ച് ആള് ക്ലോസ് ആവുന്നത്. ജഡം കൂടി കിട്ടിയിട്ടില്ല. ആഴിയിൻ ആഴങ്ങളിൽ ഞങ്ങളിവിടുന്ന് ബോട്ട് വന്ന് കയറുമ്പം ഈ ബോട്ട് കൊണ്ടുവന്ന് ശ്രാങ്ക് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അത് ശ്രാങ്ക്, അയാളാണ് നിയന്ത്രണക്കാരൻ. അങ്ങേര് പറയുന്ന കണക്കെ ഞങ്ങൾ ചെയ്യാനൊക്കത്തുള്ളൂ. അങ്ങേര് ബോട്ടിൽ വന്ന് കയറുന്ന വിശുദ്ധമായിട്ട് വന്ന് കയറും, തിരികെ എത്തിക്കും, മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. ബോട്ട് ഇവിടെ നിന്ന് വിട്ട് നമ്മുടെ ഈ പാലം കഴിയുമ്പോഴത്തേക്ക് ബോട്ട് സ്ലോ ചെയ്യും. എല്ലാവരും പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ഒരു ബലത്തിലാണ് ഞങ്ങൾ കടലിലോട്ട് നീങ്ങുന്നത്. തിരിച്ചു കൊണ്ടുവരുന്നവരെയും പരിശുദ്ധ അമ്മയാണ് ഞങ്ങളെ കാത്തുകൊള്ളുന്നത്. ക്രിസ്ത്യാനികൾ അത് ഭൂരിപക്ഷം ആൾക്കാരും ഇതിങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ കടലിലോട്ട് ഈ അഴി ഇറങ്ങത്തുള്ളൂ. അല്ലാതെ എത്ര തിരക്കൊന്നു വന്നാലും ഈ ബോട്ട് കൊണ്ടുവന്ന ശ്രാങ്കന്മാർ ബോട്ട് ആ കുരിശിയുടെ നേരെ കൊണ്ടുവന്ന്, അപ്പം ആ കുരിശിയുടെയും നമ്മുടെ നീൻ്റെ പള്ളിയും ലെവലായിട്ടിരിക്കും. അവിടെ കൊണ്ടുവന്ന് സ്ലോ ചെയ്യിടും. എല്ലാവരും പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചതിന് ശേഷം ബോട്ട് പണിക്ക് പോകത്തുള്ളൂ. കിട്ടിയോ കിട്ടിയില്ലയോ, പക്ഷെ ഞങ്ങളെ ജീവനത്തോടെ ഇതുവരെയും കാത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സഹായത്തിൽ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് പലയിടത്തുണ്ട് ബോട്ട് ഓടുന്നത്. അന്നേരം അറിയത്തില്ല ഈ കാറ്റ് വരുന്ന അല്ല എന്തുവാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ബാലൻസിലും വിളി വരുന്നില്ല. അപ്പോൾ കര വന്നതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് ഇന്നണക്കുള്ള സംഭവമാണ്. പിന്നെ സുനാമിയുടെ കാര്യം, അന്ന് ഞാൻ കടലിലില്ല, ഞാൻ കരയിലാണ്. കരയിൽ നിൽക്കുമ്പോഴത്തേക്കാണ് ടക്കെന്ന് ഈ വെള്ളം വലിച്ച് താപ്പോട്ട് പോകുന്നത്. താപ്പോട്ട് പോയതിനു ശേഷം അതിനെ കാട്ടി 100 പറയാനൊക്കത്തില്ല, അതിനെക്കാട്ടി വേഗത്തിലാണ് വെള്ളം കയറി വന്നത്. അപ്പോൾ ആ സമയത്ത് എങ്ങോട്ട് ജീവനം കൊണ്ട് ഓടണമെന്ന് അറിയാൻ മേത്തൊരു അവസരമായി. അപ്പോൾ എനിക്ക് കൊച്ചുമക്കളാണ്. ഈ മക്കളെയും പറഞ്ഞുകൊണ്ട് എങ്ങോട്ട് ഓടിപ്പോവും, എങ്ങോട്ട് പോകണം? കിഴക്കോട്ട് പോയാൽ കായൽ, പടിഞ്ഞാട്ട് പോയാൽ കടൽ, പിന്നെ എങ്ങോട്ട് പോവും? ഈ നടുവട്ടത്തിൽ കിടക്കുന്നു. പിന്നെ ആ സ്കൂളിൽ അഭയം തേടി, അതൊരു അനുഭവം. ഓക്കി വന്നപ്പം അതിനെക്കാട്ടി വല്ല അനുഭവം. ഈ കടൽപ്പണിക്കാർക്ക് ജീവിതമല്ല ഇങ്ങനെ തന്നെ, അവരവരെ ജീവിതം നിശ്ചയമില്ല കടലിൽ പോകുന്നവന്. അനേക ആൾക്കാർ മരിച്ച്. അന്ന് ഇതിനകത്ത് ഇതൊന്നും ഇല്ലല്ലേ. ആ ജൂൺ 15-ന് അന്ന് കൊച്ചു കൊച്ചു ബോട്ടുകളാണ്. ഓടി വരുന്ന ബോട്ടുകൾ താന്നു പോന്നു. ആൾക്കാർ രക്ഷപ്പെട്ട ഇല്ല. ലാസ്റ്റ് ആ ശക്തനോരം ആ മുട്ടിൻ്റെ മറവിട്ടിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത്. അപ്പോൾ എനിക്ക് കുഞ്ഞും പ്രായം വേണ്ട, ഒരു 10 വയസ്സാണ് കാണത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ബോട്ടിൽ കടൽപ്പണിക്ക് ഇറങ്ങിയ ആ ഒരു കാലഘട്ടമാണ്. ഞാൻ കടൽപ്പണിക്ക് ഞാൻ പഠിത്തമൊക്കെ നിർത്തി കടൽപ്പണിക്ക് ഇറങ്ങിയ ആ ഒരു കാലഘട്ടത്താണ് ഇത് സംഭവിക്കുന്നത്. അന്ന്
ഇതിനകത്ത് ഹോസ്പിറ്റലിൽ അവിടെ ഇവിടെ കൊണ്ടൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ആളില്ല. ശക്തമായ മുട്ടിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഓരോരുത്തർ നമ്മൾ കാണാം ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതൊക്കെ. ഡോൾഫിൻ എന്ന് പറഞ്ഞൊരു ചെറിയൊരു കപ്പലുണ്ട്, അതിനകത്താണ് ഇവർ പോയി ജഡങ്ങളെ എടുത്തുകൊണ്ട് വരുന്നത്. എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്ന് വെച്ചാൽ ഈ കപ്പൽ ആക്സിഡൻറ്റ് തന്നെയാണ് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം. 10-12 വയസ്സ് പ്രായം കാണത്തുള്ളൂ. ആ പ്രായത്തിൽ ഞങ്ങളുടെ അപ്പൻ്റെ കൂടെ ഈ പടിഞ്ഞാറൻ കടലിൽ സ്രാവിനെ പിടിക്കാൻ പോകുന്ന ജോലിയാണ്. അവൻ മട്ടൊക്കെ വെച്ച് ചൂണ്ടയൊക്കെ ഇളക്കി ആഹാരമൊക്കെ കഴിച്ച് എല്ലാവരും കിടന്നു. അപ്പോൾ എൻ്റെ ദേഹത്ത് ചൂണ്ട കൊത്തി കയറി. ഞാൻ ആ ചൂണ്ട വലിച്ചിളക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം സംഭവം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കരമായ വെട്ടം കാണുന്നു. അപ്പം ഞങ്ങളുടെ മാമനെ വിളിച്ചിട്ട് പറഞ്ഞ്, മാമ വെട്ടം ഒരുപാട് കാണുന്നു. അന്ന് ഇതണക്ക് ബാറ്ററി സ്റ്റാർട്ടിങ് ഒന്നുമില്ല, കൈ കൊണ്ട് കറക്കി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അവർക്കറിയാമല്ലോ, അപ്പം ഞാൻ കൊച്ചാണല്ലോ, എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇന്നൊക്കെയുള്ള കാര്യം അപ്പോൾ ഈ ഞങ്ങളുടെ മാമനും ഞങ്ങളുടെ അപ്പനൊക്കെ എണ്ണിച്ച് നോക്കിയോ കപ്പൽ ഞങ്ങളുടെ ബോട്ടിനെ പൊട്ടിച്ച് കളയാൻ പോയാൽ അവിടെ ചെറിയ ഇത്താപ്പുള്ള ബോട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് 30 അടി ഉള്ള ചെറിയ ബോട്ട്, 3.5 മിനിറ്റ്സിൻ്റെ ബോട്ട്. ദൈവമേ, എല്ലാവരും പ്രാർത്ഥനയും ദൈവത്തിനും വിളിക്കുക. ഇത് നടക്കണ്ടേ, ഇത് കറങ്ങി നടത്തിയെടുക്കണ്ടേ. എനിക്കത് ചൂണ്ടയും പൊത്ത് കയറിയിരിക്കുന്നു. എവിടെ എന്തായാലും ഇഞ്ചൻ സ്റ്റാർട്ടായി, മട്ടെല്ലാം കൊത്തിക്കളഞ്ഞു. ബോട്ടോടി ഞങ്ങൾ ബോട്ട് കടക്കുന്നതിന് മുമ്പ് തന്നെ കപ്പൽ ഞങ്ങളുടെ പറ്റ എത്തി. എല്ലാം പേടിച്ചു പോയി എല്ലാവരും. അങ്ങനെ ആ മൊത്തം മട്ടും പോയി ഞങ്ങൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ജഡം എടുക്കാനും ആരും വരത്തില്ല. അത്രയും പടിഞ്ഞാറ കടലിലാണ് ഞങ്ങൾ പോകുന്നത്, ഈ സ്രാവിനെ പിടിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഇപ്പോഴത്തെ കണക്കുള്ള ഇപ്പോഴത്തൊക്കെ എന്ന് വെച്ചാൽ ബോട്ടുകൾ എല്ലാ രാജ്യത്തും ബോട്ടുകൾ വരും, വലിയ ബോട്ടുകൾ. ഏത് കടലിൽ നോക്കിയാലും വലിയ ബോട്ടുകളും പണിക്കാരെല്ലാം കാണും. പക്ഷെ അന്നത്തെ കാലത്ത് ഇതൊന്നുമില്ല. GPS ഇല്ല, വയർലെസ് ഇല്ല, എക്കോ സെൻറ്റർ ഇല്ല, കോമ്പസ് ഇല്ല. അവരെല്ലാം അന്നത്തെ കാലത്ത് പോകുന്നതെന്ന് വെച്ചാൽ ഈ വെള്ളി നിശ്ചയവും കരനിശ്ചയം കണ്ടൊക്കെയാണ് അവരൊക്കെ പോകുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അന്നും പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. ഇനി എപ്പോഴും നമ്മുടെ മനസ്സിൽ മാതാവിൻ്റെ ഒരു ചിന്തയേ ഉള്ളൂ. വയസ്സ് 52 ഇനി എത്ര നാൾ വില ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. എല്ലാം മാതാവിൻ്റെ കൃപ കാരണം പോകേണ്ടിയിരിക്കും. കടലിൽ പോയി മത്സ്യം പിടിക്കണമെങ്കിലേ അതിനായിട്ടുള്ള ചങ്കുറപ്പ് വേണം, ഈ ദൈവ നിശ്ചയവും വേണം. ആ ദൈവ സാന്നിധ്യം ഇല്ലാത്തവർക്ക് അത് പറ്റത്തില്ല. നമ്മളിവിടെ നിന്ന് പോകുന്നതും വരുന്നതും പരിശുദ്ധ അമ്മയുടെ കഴിവുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അതേ കണക്കാണ് ഞങ്ങളെ തിരിച്ചു കൊണ്ട് എത്തിക്കുന്നത്. ഇതുവരെ ഞങ്ങളെ കൊണ്ട് എത്തിച്ചതും ഞങ്ങൾ പോയതും. പോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഞാൻ ഇന്ത്യയുടെ വെളിയിൽ പോയിട്ടില്ല. ഈ കടൽ വഴി ഏകദേശം എനിക്കറിയാമത്ത സ്ഥലങ്ങൾ ഞാൻ പോയിട്ടുണ്ട്. തെക്കാലും വടക്കാലും ഒരുപാട് 10-40-50 മണിക്കൂറത്തെ യാത്രയ്ക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട് കടൽ വഴി. അത് ഏത് സ്ഥലമാണെന്ന് കൂടി എനിക്ക് നല്ലപോലെ നിശ്ചയമില്ല സ്ഥലമാണ്. പക്ഷേ ഞാൻ ഇന്ത്യയുടെ പുറത്ത് പോയിട്ടില്ല. ഈ കടൽ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ, അങ്ങേറ്റവും ഇങ്ങേറ്റവും എനിക്ക് പറയാനൊക്കത്തില്ല, ഏകദേശമൊക്കെ ഞാൻ പോയൊരു വ്യക്തിയാണ്. ഞങ്ങൾ കടലിൽ പോകാണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് പെറ്റമ്മയും അതായത് ഭാര്യയും
മക്കളുടെ കാര്യം പറയേണ്ട കാര്യമില്ല. അവർ എനിക്ക് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. രണ്ടാം പിള്ളേരാണ്, അവർ എൻജോയ് ചെയ്ത് നടക്കുന്ന പിള്ളേരാണ്. പക്ഷേ എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും അത്രത്തോളം ഞാൻ കര വരുന്നവരാ. ഞാൻ 10 ദിവസമായിട്ട് 15 ദിവസമായിട്ട് ഞാൻ കര വരുന്നവരാ. അവർ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇരിക്കുന്ന ഒരു ഇതാണ്. അതെന്നുവെച്ചാൽ അവർക്ക് ഇപ്പം ഞാൻ പോയാൽ വേറെ ആരുമില്ല. ഇപ്പം ഞാനാണ് എൻ്റെ അമ്മയ്ക്കും അപ്പനും ഉള്ള ഒരാൾ ഞാനും മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് 2 ആൺപിള്ളേർ, പിന്നെ എൻ്റെ ഭാര്യ. ഇപ്പം ഞാൻ കടലിൽ പോകൊണ്ട് കര വരുന്നവരെ അവർ ദൈവത്തിനെ വിളിച്ചോണ്ടിരിക്കത്തുള്ളൂ. എൻ്റെ കയ്യിനും കാലിനും ഒരു ആപത്തുമില്ല, എന്നെ കര കൊണ്ട് എത്തിക്കണേ. ഇത്ര നാളെ ഞാൻ ജോലി ചെയ്തതിൽ ദൈവത്തിൻ്റെ കഴിവ് കൊണ്ട് തന്നെയാണ് ഞാൻ ജോലി ചെയ്തതും ജീവിക്കുന്നതും. ദൈവത്തിൻ്റെ കഴിവില്ലെങ്കിൽ ഞാനെന്നല്ല ഒരു മത്സ്യത്തൊഴിലാളിക്കും അവരെ ജീവനത്തോട് കര കൊണ്ടുവരാൻ പറ്റത്തില്ല. നിരവധി അപകടങ്ങളിലും ദൈവകൃപ ബിജുവിന് തുണയായെത്തി. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ബിജു പ്രാർത്ഥനയോടെ മത്സ്യബന്ധനം തുടരുകയാണ്.